സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള ആദ്യഘട്ട മുൻഗണനാ റേഷൻ കാർഡ് വിതരണത്തിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിലൊക്കെ തന്നെ ഉൾപ്പെടാത്ത വെള്ള, അതായത് പൊതുവിഭാഗം, നീല സബ്സിഡി കാർഡ് ഉടമകൾക്ക് മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് കാർഡുകളിലേക്ക് മാറുന്നതിനായിട്ട് 2026 ജൂൺ 27 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ ജൂലൈ 17 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് അവസരമുള്ളത്. ഓണത്തിന് മുൻപ് തന്നെ അർഹരായിട്ടുള്ള 50,000-ഓളം ആളുകൾക്കെങ്കിലും മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. എന്നാൽ റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് സ്വന്തമായിട്ട് 4 ചക്ര വാഹനം, അല്ലെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വിസ്തീർണമുള്ള വീട്, പ്രതിമാസം 25,000 രൂപയ്ക്ക് മുകളിലുള്ള വരുമാനം എന്നിവയൊക്കെ ഉണ്ടായിരിക്കുകയോ ആദായ നികുതി അടയ്ക്കുകയോ സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻ വാങ്ങുന്നവരോ കുടുംബത്തിൽ ഉണ്ട് എങ്കിൽ മുൻഗണനാ കാർഡിനായിട്ട് അവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ഈ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ടവരിൽ തന്നെ സർക്കാരിന്റെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ, അതുപോലെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, നിത്യരോഗികൾ, ഭിന്നശേഷിക്കാർ എന്നിവർ ഉൾപ്പെട്ട കുടുംബങ്ങൾക്കും അപേക്ഷകളിൽ പ്രത്യേക മുൻഗണന ലഭിക്കുന്നതാണ്. ഇതിനെല്ലാം പുറമെ തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന BPL അർഹതാ സർട്ടിഫിക്കറ്റ്, അത് ഓൺലൈൻ അപേക്ഷയോടൊപ്പം തന്നെ ഹാജരാക്കുന്നത് ഇതിൽ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് വളരെ സഹായകരമായി മാറും. ഇതിനായിട്ട് ആദ്യം നിങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. തുടർന്ന് ഉദ്യോഗസ്ഥർ വീടുകളിൽ വന്ന് പരിശോധന നടത്തിയ ശേഷം മാത്രം ലഭിക്കുന്നതുമായതിനാൽ തന്നെ പെട്ടെന്ന് ലഭിക്കാത്ത ഈ സർട്ടിഫിക്കറ്റിനായുള്ള നടപടികൾ വേഗത്തിൽ തന്നെ ആരംഭിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.